ലേശം പാത്രം കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കഴുകി വെക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ അടുക്കളയിൽ മിന്നു ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇത് ഇപ്പോഴാണ് കാണുന്നത്, ഇതെല്ലാം ഇവൾ എന്നോട് പറയാണ്ട് വാങ്ങി വെച്ചതാ. ഏടുന്നാ വാങ്ങി എന്തെന്നാന്നൊക്കെ ഉള്ള നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അതിൻ്റെ മുമ്പ് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കട്ടെ ആദ്യം അല്ലേ. കുറേ ആൾ ചോദിച്ചു മതിലിങ്ങ് പൊളിച്ചാൽ വലിയൊരു അടുക്കളയാവൂലേന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ആദ്യം വിചാരിച്ചതാണ്, ഇതിങ്ങ് ഒന്നാക്കിയാൽ രണ്ടും കൂടി ഒന്നാക്കിയാൽ വിശാല ഒരു അടുക്കളയാവില്ലെന്ന്. പക്ഷെ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം അവൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. വാവേൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ നിന്നാണ് ചെയ്യൽ. അപ്പോൾ വാവേനെ കഴിക്കലും വാവേൻ്റെ കാര്യങ്ങളൊക്കെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്ത അടുക്കളയും. അപ്പോൾ രണ്ട് സെപ്പറേറ്റ് തന്നെ ആയിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അത് പൊളിക്കുമ്പോൾ തന്നെ കുറേ സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. പിന്നെ കുറേ പണിയാണ്. ഉണ്ടാക്കിയ ഒരു സാധനം പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിഷമം തന്നെയാണ്. എന്തായാലും ഉണ്ടാക്കിയ പൊളിച്ച് അത് വേസ്റ്റായി പോകുകയല്ലേ ആ രീതി. വെറുതെ അച്ഛൻ ഒരു ചോമനല്ല ആടുന്നോട്ടെ, കാര്യം അല്ലെങ്കിൽ ഇവിടെ എത്തുമല്ല, അതിനിപ്പോൾ എന്തേത്താ അല്ലേ. വാവേൻ്റെ കുറുക്ക് ഉണ്ടാക്കുന്നതാണേ. കുക്കുരോ എമ്മിവാവേ എന്തിനാ കരയുന്നേ? എമ്മിവാവേ നല്ല മുത്താറി കുറുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ അവിടെ ഇരുന്ന് ഇളക്കണ്ടേ? തിന്നോ, ശേഷം വെള്ളവും കുടിച്ചോ. ഇന്ന് അതാ ഉള്ളൂ, ചോറൊന്നും ഇല്ല. പച്ചവെള്ളം കിണറ്റിലില്ലേ? എന്താ മൈസൂർ പോകണ്ടേ? അത് വന്നിട്ട് ചോറ് തിന്നോ. ഞാനൊന്ന് പുറത്തു പോയി വന്നതിന്, ഇപ്പോൾ ചോറ് വെച്ചില്ല. ഇപ്പോൾ മിന്നുവിനൊരു പരാതിയുണ്ട്, ഓള് ചെയ്യുന്ന പണികളൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഞാൻ തന്നെ ഇനി ഇവളാണ് കേട്ടോ ഇവിടെ എല്ലാം ചെയ്യുന്നത് അല്ലേ. ഹലോ, ശ്രദ്ധിച്ചോ കുക്കുരു, ശ്രദ്ധിച്ചോ? ഇത് വാപ്പിനെ കണ്ടേരാ ശ്രദ്ധിച്ചു അല്ലാ. അപ്പോൾ ഗൈസ് സമയം വൈകുന്നേരം 5 മണിയായി. നമ്മൾ രാവിലെ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ എല്ലാം എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പുറത്തേക്കെല്ലാം പോയി വന്നതാണ്. അപ്പോൾ മിന്നും കുഞ്ഞും ഇവിടേനുള്ള. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ വീഡിയോ ഇതാ വരാൻ പോവുകയാണ്. ഇവിടെ എൻ്റെ കീശയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റിയിട്ട് മിന്നു പല പല സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ അല്ലേ, പല പല വെറൈറ്റി സാധനങ്ങളും. അതായത് ഫ്ലിപ്കാർട്ടിലൊക്കെ സ്വന്തമായിട്ട് കാർഡ് വരെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ റേഷൻ കാർഡ് എന്നെല്ലാം പറയാൻ പോലെ എന്തോ ഒരു കാർഡാണ്. അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണോ? ഫ്ലിപ്കാർട്ടിൽ ആ കാർഡ് കാണിച്ചാൽ എന്തെന്നാ കിട്ടുക? അല്ല പറ, എന്ത് കാർഡായി ഫ്ലിപ്കാർട്ടിൽ നിന്ന്? എന്ത് എനിക്ക് മാത്രം തന്നൊരു കാർഡാവൂലേ? അതുപോലെ പിന്നെ കിച്ചൺ ഐറ്റംസ് ഭാര്യ നിറക്കുന്നതിനുള്ള എന്തോ ഒരു അവാർഡ് അങ്ങനെ ആയിട്ടുള്ള ഒരു കാർഡാ പറഞ്ഞോ? അല്ല ശരിക്കും അതെന്നാ കാർഡ്? അറിയാത്ത പോലെ എന്നെ പോലെ എന്ത് കാർഡില് കാർഡ് ആക്കിയിട്ട് കാർഡ് നിനക്ക് എന്താ വേറെ കിട്ടുവോ? വേറെ എന്തെങ്കിലും കിട്ടുവോ? അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയൂല. ഞാൻ കാർഡിൽ ആക്കുന്നേ ഉള്ളൂ. പിന്നെ കൊടുത്താൽ മതിയോ? റേറ്റ് ഇങ്ങനെ കുറയുമ്പോ അമ്മക്ക് അറിയാം, അമ്മക്ക് ഇഷ്ടപ്പെട്ട സാധനം അന്നേരം വാങ്ങാം. പൈസ പിന്നെ കൊടുക്കും അങ്ങനൊന്നും ഇല്ല അല്ലേ? EMI അങ്ങനെ. അല്ലാണ്ട് നമ്മള് മറ്റേ കടയിലെല്ലാം പോയിട്ട് പിന്നെ തരേന്ന് പറയുന്ന പോലെ അങ്ങനെ ഇല്ലല്ലോ. പറ ഇഞ്ച പുറത്ത് വരട്ടെ ഇഞ്ച. അപ്പോൾ നമ്മളിനി അധികം ഡയലോഗ് അടിക്കാണ്ട് ഇവള് പർച്ചേസ് ചെയ്ത് ഇനി എന്നെ കാണിച്ചോ, അതിന്റെ പ്രവർത്തനങ്ങളും പറഞ്ഞോ. സ്റ്റാർട്ടിങ് ആ പൈപ്പിന്റെ ഒട്ടുന്ന ആയിക്കോട്ടെ. ബാ ആദ്യമായിട്ട് ഇതാ ഓല ആദ്യമായിട്ടല്ല, പക്ഷെ ഇനി എനക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആദ്യമായിട്ട് മിന്നും വാങ്ങിയ സാധനമാണിത്. ഷോർട്സ് വീഡിയോ നോക്കും കിച്ചൺ ഐറ്റംസ്. അതില് എല്ലാം ഒന്നല്ല, എനിക്ക് അതൊരു ഉപകാരമാവും, എന്റെ ദീനൊക്കെ ഒരു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ഞാൻ അന്നേരം നോക്കി വെക്കൂ. അങ്ങനെ നോക്കി വെച്ച് വാങ്ങിയതാണ് ഇതില്ല. അതെന്താണ് എന്നിട്ട് ഞാൻ ആ വീഡിയോ വേറെ ഒരാളെ കാണിച്ചു കൊടുത്ത് നോക്കിക്കും. എന്നോടെന്താ അതിനെ പറ്റി ഒരു അക്ഷരം ഇനി പറയാഞ്ഞേ? നിങ്ങളോട് നോക്കിക്കാൻ ഞാൻ ഇപ്പം പച്ച പറയാണോ? നിങ്ങൾക്ക് തീരെ നേരവും ഇല്ല. നിങ്ങൾ ചിലപ്പോൾ എവിടെയോ വീഡിയോ എടുക്കാൻ പോയായിരിക്കും, അത് ആരോ വിളിച്ചിട്ട് പോയായിരിക്കും, എന്തോ ആയിരിക്കും. എന്തെങ്കിലും ഒരു വീഡിയോ അർജന്റായിട്ട് നോക്കാൻ പറഞ്ഞാൽ തന്നെ അത് അങ്ങനല്ല, അതിങ്ങനെ ഒന്നിനും പറ്റൂലേ എന്ന് പറഞ്ഞാൽ അത്ര കഴിഞ്ഞു. കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരൂല. പറഞ്ഞിരുന്നേ എന്തേത്താ ഇനി പറഞ്ഞോ? തീർച്ചയായും അതെ. അതുകൊണ്ട് ഇനി
വേറെ ആരോട് ചോദിച്ച് മനസ്സിലാക്കി. ഞാൻ ഫ്രീ ആയിട്ടുള്ളവർ എനിക്ക് എന്നോട് ചോദിച്ചൂടെ? ഫ്രീ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ പറഞ്ഞു തരാനുള്ള ഒരു മൈൻഡ് ഇല്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല. അതിന്റെ കാരണവും ഞാൻ തന്നെ പറയാം. പൈസ അതായത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ചട്ടി, ഒരു 3-4 സ്പൂണ്, പിന്നെ 5-6 പ്ലേറ്റും 5-6 ഗ്ലാസ്സും ഉണ്ട് ഒരു മനുഷ്യന് കഴിയാന്നാണ് എൻ്റെ. കാരണം അരി ചോറ് വെക്കുക, കറി വെക്കുക അങ്ങനെ. പക്ഷെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിച്ചണിൽ പല പല സാധനങ്ങളും മാണ്ടേ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് അത് മാണ്ടാന്ന് വെപ്പിക്കുക. അതിനുള്ള ഒരു ടെക്നിക്കാണ് ആണുങ്ങൾ കേട്ട് പഠിച്ചത്. അത് വലിയ കാര്യമൊന്നും ഇല്ല, എന്നിട്ട് നെവർ മൈൻഡ് ആക്കി ഇടുക. അതുപോലെ മനസ്സ് മടുത്തിട്ട് എന്നാ മാണ്ടായിക്കുമെന്ന് ചോദിച്ചു. പക്ഷെ ഇവള് അങ്ങനെയല്ല. ഇവള് മനസ്സ് മടുക്കാണ്ട് വേറെ ആളോട് ചോദിച്ചിട്ട് അത് ഇവള് വാങ്ങിക്കളഞ്ഞു കേട്ടോ. വല്ലാത്ത എനിക്ക് പൈസ ഇനി എവിടുന്ന കളക്ട് ചെയ്തേ? ആ അതെ, എനിക്കൊരു വരുമാന മാർഗം വേണമെന്ന് ഇനി ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ആ ഒരു ബിസിനസ് സെറ്റായി തരട്ടെ. എത്ര കാലമായി ഞാൻ എന്നോട് ഇങ്ങനെ ചോദിക്കുകയും പെൻഷനെ ആശ്രയിച്ച് നിൽക്കുക. ഇനി ഒരു ബിസിനസ് ഗേൾ ആക്കണ്ടേ? അപ്പൊ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാ അല്ലേ? എന്നിട്ട് സോപ്പെല്ലാം പുറത്താനുള്ള സോപ്പ് വെച്ചാ അത്ര വെയിറ്റ് ഉള്ള സോപ്പല്ല ഉദ്ദേശിച്ചത്. സ്ക്രബ്ബർ ഇതൊക്കെ ഉണ്ടാവൂലേ, ഞങ്ങളെപ്പോഴും അതിലാട്ടേക്ക് അങ്ങനെ സോപ്പ് അപ്പൊ അത് മക്കീല് വെക്കണം. അപ്പൊ നിങ്ങളെല്ലാരെയും മുൻനിർത്തി ഞാൻ ഇതിൽ എടുത്തിയിൽ വെക്കാണ് കേട്ടോ. അപ്പൊ അത് ഇവിടെ വെക്കരുതോ? എന്നാ ഇവിടെ വെക്കാം. ടൈലുമേൽ വെച്ചിക്കേ. ടൈലുമ സോപ്പാവല്ലേ നാടന്ന് എടുത്തേക്ക്. വേറെ ചെയ്ത് വെക്കാം. എന്റെ കീശയിലിട്ടാലോ എന്നാല് എന്തെന്നാ നമ്മള് ചെയ്യണ്ടേ പടത്ത് ഇങ്ങനെ ഇവിടെ ലേശം സോപ്പായി പോയിക്കുക. എന്റെ കൈമലായാലും ഇല്ല. ആയിക്കോട്ടെ അടുത്ത ആയിക്കോട്ടെ. അടുത്തതായിട്ട് മിന്നു ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഇത് ഈ സാധനം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഇതാ ഫ്രൈ പാനല്ല, ഇത് തൂക്കാനുള്ള ഈ ഒരു പല തരത്തിലുള്ള ഉയർന്നും താണും ഒക്കെ ഉള്ള ഒരു മോഡൽ. ഇതിന് എത്ര പൈസ ചെലവാക്കി? ഇപ്പാനൊക്കെ ഇങ്ങനെ തൂക്കാം. 203 ഒരു കമ്പി വളച്ചിട്ട് അതിന്റെ മുകളിൽ തൂക്കിയിട്ടൊക്കെണ്ടെങ്കിൽ ചെലവില്ലേ അല്ലേ? ഒന്നുമില്ല. ഏതാ ഇതോ? അതെ, അത് ആങ്കർ വാങ്ങിയിട്ട് ഇങ്ങനെ കൊളുത്തിയതേനു കേട്ടോ. അടുത്തതായിട്ടൊരു വെറൈറ്റി അതെ, അടുത്തതായിട്ടൊരു വെറൈറ്റി ഒരു കൈമ ഫോട്ടോ ഉള്ള ചൂല് അടിച്ചോട്ടുകാരി മൂപ്പ അതൊക്കെ വെച്ചു ഞാൻ എന്റെ ഐഡിയക്ക് ഇതാക്കി. അതെ, മൂപ്പെല്ലാം വെക്കാൻ അതിന് പുറത്ത് വേറൊരു കമ്പി നമ്മള് വളച്ച് വെച്ചിക്ക്. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതാ കേട്ടോ. ഇത് കണ്ടോ നിങ്ങള് കത്തിയൊക്കെ നിക്കുന്നുണ്ടോ? ഇതാ ഇത് കാന്തം. ഇതാ ഇത് ഇങ്ങനെ അവിടെ നിൽക്കും. ഇതിപ്പോൾ കടയിലൊക്കെ ഉണ്ട്. ഇത് ഓൺലൈനിൽ മാത്രമല്ല. ഈ ഒരു കത്തി ഇവിടെ വീണമല്ലോ. ഇതിൻ്റെ ഉള്ളിൽ ഈ വീണുപോയ കത്തി എടുക്കുവാനുള്ള എന്താ ഉപകരണം ഉണ്ടോ? ഇതാ അതവിടെ നിൽക്കും അല്ലേ? ഫുള്ള് വെറൈറ്റിയാണ്. ഞാനും വിചാരിക്കുന്നുണ്ട് എന്തിനാ അത് കാന്തത്തുമ്മല് സാധാരണക്കാരൻ പാത്രമായിട്ട് കൈയാക്കുമ്പോ ആ കത്തി വീണങ്ങാനേ നേരത്തേക്ക് തെറച്ച എന്റെ കാൽമ കേട്ടെങ്കിലും തെറിക്കും. അപ്പൊ പിന്നെ കാൽമ വീണില്ലെങ്കിൽ ഏട്ടെങ്കിലും തെറിച്ചു പോയാ പിന്നെ ഞാൻ കാണൂല, തരുന്നുണ്ട് അടുക്കണ്ടില്ല. അതിന്റെ കയ്യേ കുറെ അതിൻ്റെതായ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ കത്തി നോക്കിയാളെ നോക്കിയാൽ മതിയല്ലോ. അതെ, വെക്കുകയും വേണോ എടുക്കുന്ന പോലെ. അതെ, എന്താ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് കത്തി വെക്കുവാനുള്ള ഒരു സാധനമാണ് അതുള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഇവിടെ ഒരു 2-3 സാധനം ഉണ്ട്. സാധാരണയാണ് ഈ ഭരണി എന്ന് പറഞ്ഞാൽ ഉപ്പ് അലിയാണ്ടിരിക്കുവാനാ. അതിങ്ങനെ അലിയാണ്ടിരിക്കാനുള്ള 2 അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പുരയിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞങ്ങളവിടെ 500 ലിറ്ററോളം അല്ലടാ വെളിച്ചെണ്ണ ഇങ്ങനെ പബ്ലിക്ക് കാണിച്ചാൽ പ്രശ്നം ഉണ്ടാവുമോ? കള്ളം മാറാറ്റം രാത്രി വരുമോ? പ്രശ്നം ഉണ്ടോ? ഇന്ന് പൂട്ടാൻ മറന്നോണ്ട് കേട്ടോ. 500 വെളിച്ചെണ്ണ ഉള്ള പുരയാന്ന് പറഞ്ഞാൽ ആൾക്കാർ നോട്ട് ചെയ്യും. ശ്രദ്ധിച്ചോ. ഇത് ഉപയോഗിക്കയില്ല അതുകൊണ്ടാട്ടോ. ഇത് വാങ്ങിയാലോ ഒരു മാസം മുമ്പ് ഇത്രയേനുള്ളത്. ഞങ്ങൾ ലേസ്റ്റ് എടുത്ത് 1 മാസം കൊണ്ട് ഇത്രയായിരിക്കും. ഒരു 100 ഗ്രാം കുറഞ്ഞിക്ക്. ഇനി കൊല്ലം മൊത്തം വെളിച്ചെണ്ണ കൊണ്ട് ഒപ്പിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ എന്താ
ഇത് പിന്നെ ഓയിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ. ഇത് പിന്നെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാണിച്ചതാണ് ഇങ്ങനെ തിരിക്കുന്ന ഐറ്റം. ഇതിങ്ങനെ കണ്ടില്ലേ നിങ്ങൾ? വെറൈറ്റി എന്താ ഒന്ന് നോക്കട്ടെടോ. അതായത് ഇത് നമ്മളിപ്പോൾ ഇവിടെയാണ് ഉള്ളത്. ഇപ്പോൾ ഒരു മഞ്ഞൾപ്പൊടി അപ്പുറമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈയെടുത്ത് എടുക്കുക എന്ന് പറഞ്ഞ ഒരു റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കൈയെടുത്ത് ഇത് എടുത്ത് കൊണ്ടുവരണം, കുറച്ച് ഇടങ്ങാറ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചാൽ അവിടെ വരും. അപ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. ഐഡിയ പരമായി അല്ലേ? എന്ത്? ഓ അത് തിരിയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാൻ നമ്മളെന്തോ അടയാളം വെക്കണം എന്ന് പറഞ്ഞില്ലേനോ? ആണോ? ആയിക്കോട്ടെ. പിന്നെ അടുത്തതായിട്ട് വേറെ എന്തേനും അതേപോലെ എന്തല്ലോ വേറെ വാങ്ങിയനല്ലോ? വേറെ ഇല്ല? വേറെ ഒന്നും ഇല്ലല്ലേ? ഇതായി കാര്യമായിട്ട് വേറെ വാങ്ങിക്കില്ല. അങ്ങനെ വരാൻ വയ്യില്ലല്ലോ. ഇനി കൊറേ എന്തെല്ലോ വാങ്ങിയെന്നെല്ലാം പറഞ്ഞല്ലോ. ഞാൻ വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. ഇവിടെ ഒന്നും കാണുന്നില്ല. പിന്നെ വേറെ എന്തെന്നേനോ ടെറസ് മേലെ ഒട്ടിക്കുന്ന എന്തോ വാങ്ങിയില്ലേനോ? ഇനി ചെമ്പ് തൂക്കുവാനായിട്ടുള്ള ബിരിയാണി ചെമ്പാറ്റം തൂക്കുന്ന അതില്ല അല്ലേ? അങ്ങനെ ഒന്നും ഇല്ലേനോ? അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. കൂടുതലായിട്ടൊന്നും ഇല്ല. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ഒരു കാര്യം മറന്നുപോയി. ഇവിടെ ഒരു വെറൈറ്റി സാധനം അതായിട്ടുള്ള സുഹൃത്തുക്കളെ അടുത്തതായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു. ടയറുള്ള മോപ്പ്. ഇതെങ്ങനെ ഇതിൻ്റെ പ്രവർത്തനം? ഇവിടെ 2 ടയറൊക്കെ ഉണ്ടല്ലോ. അതായത് അതെന്തിനാ? അതാ ഈ മോപ്പ് അല്ലേ? എനക്ക് വേണ്ടിട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ആ കൈ എന്തിനാന്ന് തിരിക്കോ? എനിക്ക് അങ്ങനല്ല, ഞാൻ കാണിച്ചു തരാം. ഇത് പിടി. ഇത് വാങ്ങിയാൽ മാത്രം പോരാ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കണം. ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇതുണ്ടോ? ഇത് ട്രോളി പോലെ ഇങ്ങനെ വലിച്ചുകൊണ്ടുപോവുക. അത് തിരിഞ്ഞിക്കോ. അതായത് നമ്മളിപ്പോൾ അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പുറത്തെല്ലാം പോകുമ്പോൾ നമ്മളിപ്പോൾ ഒരു റൂം എടുത്തെല്ലാം നിൽക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അടുത്ത ഇപ്പോൾ റൂമൊക്കെ ചിലപ്പോൾ കച്ചറയായിരിക്കും. അപ്പോൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തുടക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുപോയാൽ മതി. ഇതിങ്ങനെ ട്രോളി പോലെ. എന്നിട്ട് അവിടുന്ന് ഇതിൻ്റെ അകത്തൊരു ഹാൻഡ് വാഷ് ഉണ്ടല്ലോ. ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ അതെന്തിനല്ല? ഇത് ഇപ്പം ഇതിനെത്ര ചിലവാക്കിയേ? ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ? ഒന്നുമില്ല. കല്യാണം ഞാൻ നടത്തുന്നതായോണ്ടേ കല്യാണത്തിനെ പറ്റി ഒന്നും പറഞ്ഞുകൂടാലോ എനിക്ക്. നോക്കിയിട്ട് കഴിച്ച മക്കളെന്നൊന്നും പറയ. ഇതെന്തെന്നാ പറഞ്ഞ? ഇതിങ്ങനെ തിരിക്കുവാനോ? എന്നാല് എങ്ങനെ? ഞാനൊന്നും ആക്കിയില്ല മോളെ. ഞാനത് അവിടെ കണ്ടിട്ടൊന്നും തൊട്ടക്ക് പോലും ഇല്ല. ഇഞ്ച വായിന്ന് എന്തെങ്കിലും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് എന്നാ ഉപകാരം? നോട്ടെ. ഇല്ല 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 നോക്ക്. ആയി വാ. ഇങ്ങനെ ആക്കിയാ മതി. ഇത് ഒലുമ്പണ്ടല്ലേ? ഓ എന്താ വെച്ചാൽ മോരാ ടൈലിട്ടിട്ടുണ്ടെ നല്ലോണം കടഞ്ഞിങ്ങ വരുവല്ലേ തൈരായിട്ട്. ഇതിങ്ങനെയല്ലേ? അപ്പൊ ലിക്വിഡ് അതില ഒഴിക്കുക? ജലം ഇതിൻ്റെ അകത്താണ്. എന്നിട്ട് അതിലേക്ക് വരൂ. ഒന്ന് നോക്കട്ടെ. ഒന്ന് വിടും. ഒറ്റ പ്രാവശ്യം കൂടി ഒന്ന് കൈമാറ്റിയേ. ഇല്ല ഞാനൊന്നും ആക്കുന്നില്ലേ. ഓ ഉണക്കുന്നത് കൊണ്ടോ? ഇതെന്താ വാഷിംഗ് മെഷീൻ? എന്ത് സ്റ്റീലിൻ്റെ ഇതല്ലേ? ഇത് ഉണക്കുന്നയാ? ഉണങ്ങിപ്പോ. അത് ഉണങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ? സ്ഥലത്തിൻ്റെ ഒരു പോക്ക്. അല്ലാണ്ട് എന്താ പറയാനാ. ഇപ്പൊ ഹൈടെക് ആണല്ലോ. നമ്മൾ ഇവരോടെല്ലാം പിടിച്ചു വെക്കണമെങ്കിൽ ലോക്കായോ. അപ്പോൾ ഇവക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട ഇതൊക്കെ വാങ്ങിയിട്ട് ഓക്ക് തുടക്കാനാണ്. ഞാൻ മറ്റേ മോപ്പ് കൊണ്ട് തുടക്കുമ്പോൾ പിയ്യാനുള്ള ഇടങ്ങാറ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തുടക്കാൻ വേണ്ടി ഇത് വാങ്ങിയതാണ്. ഇങ്ങനെയുള്ളൊരു വെറൈറ്റി. എന്നാലെങ്കിലും
എന്നിട്ട് എന്നാ ഞാൻ പിഞ്ഞ് തുടക്കാം എന്ന് വിചാരിച്ച് ഭാര്യേൻ്റെ ഇത് സ്നേഹം ഓക്ക് തുടക്കാനല്ല എന്നെ കൊണ്ട് അകോ തുടപ്പിക്കാൻ വേണ്ടിയിട്ടാട്ടോ നിങ്ങൾ നോക്കണേ. സാരമില്ല, ഇനിയും ജന്മം ബാക്കി. ഇവിടെ ചെറിയ പുര ഞാൻ എടുത്തതിൻ്റെ കാരണം ഇതാ, 2 റൂം കൂടുതൽ 2 റൂം കൂടുതലുണ്ട്, അതും കൂടി നമ്മൾ തുടക്കണ്ടേ. ഇതെങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ എങ്ങനെയാണിത്? നിനക്ക് ശരിയാവില്ല, ഇത് വളയാനില്ലല്ലോ ചേട്ടിയാ. നമ്മൾ വളയാൻ എങ്ങനെ തുടക്കുമ്പോ ഇങ്ങനെ. എന്നാ പിന്നെ വേറൊന്നും ഇല്ല, ഇത്രയും സാധനങ്ങളാണ് ഇവിടെ വാങ്ങിയത് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എനിക്ക് തുടക്കുവാനുണ്ട്. എന്നാലും ഞാൻ ആവും കഴിഞ്ഞ് ലേശം ഒരുത്തേക്ക് കിടക്കട്ടെ. ഓക്കെ, എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വാവ ഉറങ്ങുകയാണ് ആ സമയത്ത്. ആ ഭയങ്കര നമുക്ക് ആലോചിക്കാം. സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കണ്ടാവും പാവം ചെറിയ ഞങ്ങൾ പോയിട്ട് സഹായിച്ചു കൊടുക്കുക അതിനൊന്നൊക്കെ. അങ്ങനെ വിചാരിക്കുന്ന പോലെ അല്ല ഇങ്ങനെ പോരി ഒരു 500 നേന്ത്രപ്പഴം 2 കിലോ പഞ്ചാരയും വാങ്ങിയിട്ട് അല്ലേ. ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. അടുത്ത വീഡിയോ കാണാം എന്നാൽ. പാവ ഉറങ്ങുകയാണ്, അപ്പോൾ വേഗം കുറച്ച് വീഡിയോ എടുത്താൽ. ഓക്കെ, ബായ്. എന്താ ഇനി ഇവളെ കൊണ്ട് ഇങ്ങനെ ഒരു ബായ് അസ്സലാമു അലൈക്കും എന്നെല്ലാം പറയും വീഡിയോ കാണുന്നവരോട്.